ലോകമെമ്പാടുമുള്ള എല്ലാ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും വചനപ്രഭയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നു. അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ച് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജീവൻ്റെ വചനങ്ങൾ സൂക്ഷ്മതയോടുകൂടി കേൾക്കുവാനും ഗ്രഹിപ്പാനും തക്കവണ്ണം അങ്ങയുടെ ജനത്തെ അവിടുന്ന് സഹായിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ അവിടുന്ന് അടിയനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുവചനം പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ തക്കവണ്ണം അവിടുന്ന് അടിയനെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. അവിടുത്തെ പുനഃനാമം മാത്രം അതിലൂടെ മുഹൂർത്തപ്പെടണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഇന്ന് അല്പസമയം നിങ്ങളോട് ചിന്തിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. ദ ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 3 വേഴ്സ് 10. ആകയാൽ ഇപ്പോൾ വരിക എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, സർവശക്തനായ ദൈവം മോശയെ വിളിക്കുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് നാം വായിച്ചു കേട്ടത്. ദൈവത്തിൻ്റെ ദൗത്യങ്ങൾ ഈ ഭൂമിയിൽ നിർവഹിക്കുവാൻ തക്കവണ്ണം ദൈവം അനേകരെ തൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നത് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയും. ഇവിടെ മിസ്രയീം അടിമത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം മോശയെ വിളിക്കുകയാണ്. ഇപ്പോൾ നീ വരിക, എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. മോശയെ ദൈവം വിളിക്കുന്നു. ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടിയിട്ട് ദൈവം മോശയെ വിളിക്കുകയാണ്. നീ വരിക, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. പഴയ നിയമകാലത്തും ഇന്നും സർവശക്തനായ ദൈവത്തിന് ഭൂമിയിൽ ദൈവത്തിൻ്റെ ദൗത്യങ്ങൾ നിർവഹിക്കുവാൻ തക്കവണ്ണം ഒരു വ്യക്തിയെ ദൈവത്തിന് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ദൈവം മോശയെ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഈ ഭൂമിയിൽ നിറവേറ്റുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവത്തിന് ഒരു വ്യക്തിയെ ആവശ്യമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെടുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം മോശയെ വിളിക്കുകയാണ്. എന്താണ് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം? ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. നീയോ നല്ല വാർദ്ധക്യത്തിൽ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്യും. 4-ാം തലമുറയിൽ നിന്റെ സന്തതി ഇവിടെ തിരിച്ചെത്തും. അമോര്യരുടെ അതിക്രമം ഇനി പൂർണ്ണമായിട്ടില്ല. സൂര്യൻ അസ്തമിക്കുകയും ഇരുൾ വ്യാപിക്കുകയും ചെയ്തപ്പോൾ പുകയുന്ന ഒരു തീച്ചൂളയും കത്തുന്ന ഒരു തീപ്പന്തവും ആ മാംസഭാഗങ്ങളിലൂടെ കടന്നുപോയി. ഇവിടെ അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. വാഗ്ദത്ത ദേശത്ത് നിന്റെ തലമുറകൾ വന്ന് താമസിക്കും. ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ അബ്രഹാമിന് നിരവധി വാഗ്ദത്തങ്ങൾ സർവശക്തനായ ദൈവം കൊടുക്കുന്നുണ്ട്. എന്നാൽ ദൈവം അബ്രഹാമിനോട് ചോദിക്കുകയാണ്, അനേക വാഗ്ദത്തങ്ങളുണ്ട്, എൻ്റെ സന്തതിക്ക്
ഈ ഭൂമി അവകാശമാകുമെന്നൊക്കെയും നീ എനിക്ക് വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. അത് എപ്പോൾ സംഭവിക്കും, എപ്പോഴാണ് അതെനിക്ക് ലഭിക്കുക എന്ന് അബ്രഹാം ദൈവത്തിനോട് ചോദിക്കുമ്പോൾ സർവശക്തനായ ദൈവം പറയുകയാണ് 15-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ, 4-ാം തലമുറയിൽ നിന്റെ സന്തതി ഇവിടെ തിരിച്ചെത്തും. അപ്പോൾ ദൈവം അബ്രഹാമിന് മറുപടി കൊടുക്കുന്നു, 4-ാം തലമുറയാകുമ്പോൾ നിന്റെ സന്തതി ഈ ദേശത്തെ അവകാശമാക്കും, അവർ ഇവിടെ തിരിച്ചെത്തുമെന്ന് അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ അവിടെ അബ്രഹാമിൻ്റെ 4-ാം തലമുറ ആയപ്പോൾ സർവശക്തനായ ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തെ ഓർക്കുകയാണ്. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. ദൈവം വാക്കുമാറുന്ന ദൈവമല്ല. അവൻ ഒരു കാര്യം പറഞ്ഞാൽ അത് മറന്നുപോകുന്ന ദൈവവുമല്ല. 4-ാം തലമുറയാകുമ്പോൾ അബ്രഹാം പിതാവിന് സർവശക്തനായ ദൈവം കൊടുത്ത വാഗ്ദത്തം ഓർക്കുകയും ആ വാഗ്ദത്തം നിറവേറ്റപ്പെടുവാൻ തക്കവണ്ണം മോശയെ സർവശക്തനായ ദൈവം വിളിക്കുന്ന വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. മോശയോട് ദൈവം പറയുകയാണ്, ആകയാൽ നീ വരിക, എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. എൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം, ഞാൻ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം നിറവേറ്റുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ മിസ്രയീമിൽ ഫറവോന്റെ അടുക്കൽ അയക്കും. അവിടെ നിന്ന് ആ ജനത്തെ നീ വീണ്ടെടുത്ത് വാഗ്ദത്ത ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അതിന് തക്കവണ്ണം ദൈവം മോശയെ വിളിക്കുകയാണ്. ഇന്നും ദൈവത്തിൻ്റെ ദൗത്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യുവാൻ ദൈവത്തിന് ഒരു വ്യക്തിയെ ആവശ്യമുണ്ട്. ദൈവം അനേകർക്ക് വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നുണ്ട്. അനേകർ ദൈവസന്നദ്ധിയിൽ നിലവിളിക്കുമ്പോൾ അവരെ വിടുവിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം തൻ്റെ തിരുവചനത്തിലൂടെ ദൈവദാസന്മാരിലൂടെയൊക്കെയും ദൈവം വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം ഈ ഭൂമിയിൽ നിറവേറ്റപ്പെടുവാൻ തക്കവണ്ണം അനേകരുടെ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എത്തിയിരിക്കുന്നത് കൊണ്ട് ദൈവം ഈ രാത്രി എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. എന്തിനു വേണ്ടിയും ദൈവത്തിൻ്റെ ദൗത്യം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം മോശയെ വിളിച്ചതുപോലെ എന്നെയും നിങ്ങളെയും ദൈവം വിളിക്കുകയാണ്. നീ വരിക, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. എൻ്റെ ദൗത്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ അനേക ജനത്തിന് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെടുവാൻ തക്കവണ്ണം, എൻ്റെ ദൗത്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം നീ വരിക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. ഉസിയ രാജാവ് മരിച്ച വർഷം യഹോവ ഉയർന്നതും ഉയർത്തപ്പെട്ടതുമായ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലുകൾ ആലയത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന്റെ ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 6 ചിറകുകളുണ്ടായിരുന്നു. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നു, 2 കൊണ്ട് പറന്നു. ഒരുവൻ മറ്റൊരുവനോട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്തു പറഞ്ഞു. ഇവിടെ യെശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുകയാണ്. അതിൻ്റെ 8-ാം വാക്യത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ശബ്ദം അവിടെ യെശയ്യാവ് കേൾക്കുകയാണ്. അനന്തരം ഞാൻ ആരെ അയക്കും, ആര് നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന യഹോവയുടെ ശബ്ദം യെശയ്യാവ് കേട്ടു.
ഞാൻ ആരെ അയക്കും, ആര് എനിക്ക് വേണ്ടി പോകുമെന്നുമുള്ള ആ ശബ്ദം യെശയ്യാവ് കേൾക്കുകയാണ്. അതിനെന്താണ് മറുപടി കൊടുക്കുന്നത്? അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. മോശയെ വിളിച്ചതുപോലെ എന്നെയും നിങ്ങളെയും സർവശക്തനായ ദൈവം വിളിക്കുകയാണ്. ദൈവത്തിൻ്റെ ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം, അന്ധകാരത്തിലായിരിക്കുന്ന അനേകരെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം, ഭയത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം, ദുഃഖത്തിൻ്റെയും വേദനയുടെയും താഴ്വരയിലൂടെ കടന്നു പോകുന്നവർക്ക് നമുക്ക് രക്ഷകനായ ഒരു യേശുവുണ്ട്, അവൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നാൽ അവൻ നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയുവാൻ തക്കവണ്ണം എന്നെയും നിങ്ങളെയും ദൈവം വിളിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ടായിരിക്കാം നിങ്ങൾ ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുന്നത്. ആരൊക്കെ എവിടെയിരുന്ന് കേൾക്കുന്നുവെന്ന് ബലഹീനനായി ഞാൻ അറിയുന്നില്ല. പക്ഷേ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവം ആരൊക്കെ ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുന്നുണ്ട് എന്ന് സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ കണ്ണുകളുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് യഹോവ സ്വർഗത്തിൽ നോക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഈ പ്രകാരം നോക്കുന്ന ദൈവത്തിൻ്റെ ഒരു കണ്ണുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയിരുന്നു ദൈവത്തിൻ്റെ തിരുവചനം കേട്ടാലും ദൈവം എന്നെയും നിങ്ങളെയും കാണുന്നുണ്ട്. നമ്മളിലൂടെ അനേകരെ ദൈവത്തിന് വേണ്ടി നേടിയെടുക്കുവാൻ തക്കവണ്ണം, അനേകരുടെ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ അവരെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് ഒരു വ്യക്തിയെ ഈ ഭൂമിയിൽ ആവശ്യമുണ്ട്. മിസ്രയീം അടിമത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം മോശയെ ദൈവം വിളിച്ചതുപോലെ അന്ധകാരത്തിലും കഷ്ടതയുടെ താഴ്വരയിലും രോഗത്തിൻ്റെ അവസ്ഥയിലും മുന്നോട്ട് പോകുവാൻ കഴിയാത്ത അനേകർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്നവരുണ്ട്. എന്തു ചെയ്യണമെന്നറിയാതെ ഭയത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാകുന്ന സംഭവങ്ങളും വർത്തമാനങ്ങളൊക്കെയും ഞാനും നിങ്ങളും ഓരോ ദിവസവും ടെലിവിഷനിലൂടെയും പത്രമാധ്യമങ്ങളുടെയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ്. ഇവിടെ നമുക്കൊരു വലിയ ദൗത്യമുണ്ട്. അനേകരെ രക്ഷിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ കരം പ്രവർത്തിപ്പാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അനേകർക്ക് നിറവേറ്റി കൊടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് ഒരു മനുഷ്യനെ ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് ഈ രാത്രി ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുന്നത്. ദൈവത്തിൻ്റെ തിരുവചനം പരിശോധിക്കുമ്പോൾ അനേകരെ ഇങ്ങനെയുള്ള ദൗത്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അസ്ഥികളുടെ താഴ്വരയിൽ അസ്ഥികളോട് പ്രവചിപ്പാൻ തക്കവണ്ണം, പ്രസംഗിക്കുവാൻ തക്കവണ്ണം യെഹെസ്കേൽ പ്രവാചകനെ ദൈവം കാണുന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഇസ്രായേലിൽ യെരൂശലേമിൻ്റെ മതിലുകൾ പണിയുവാൻ തക്കവണ്ണം നെഹെമ്യാവിനെ ദൈവം കാണുന്നതായി നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയും. ജാതികളോട് സുവിശേഷം പ്രസംഗിക്കുവാൻ തക്കവണ്ണം ശൗലിനെ ദൈവം തിരഞ്ഞെടുക്കുന്നതും നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയും. ഇസ്രായേലിൽ ഒരു രാജാവിനെ വേണമെന്ന് ജനം ദൈവത്തിനോട് ആവശ്യപ്പെടുമ്പോൾ കഴുതയെ അന്വേഷിച്ച് നടന്ന ശൗലിനെ ദൈവം തിരഞ്ഞെടുക്കുന്നതും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. പ്രവചനം ജാതികളോട് അറിയിക്കുവാൻ തക്കവണ്ണം ആമോസ് പ്രവാചകനെ ദൈവം തിരഞ്ഞെടുക്കുന്നതും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അങ്ങനെ അനേകരെ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ദൈവത്തിൻ്റെ ദൗത്യങ്ങൾ ചെലവഴിപ്പാൻ, ദൈവത്തിൻ്റെ ദൗത്യങ്ങൾ ഈ ഭൂമിയിൽ നിറവേറ്റുവാൻ തക്കവണ്ണം ദൈവം ഓരോ വ്യക്തികളെയും കാണുന്നുണ്ട്. അപ്പോൾ എന്നെയും നിങ്ങളെയും ദൈവം കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കണം. ദൈവവചനം കേട്ട് രസിക്കുവാനോ അല്ലെങ്കിൽ അത് കേട്ട് ആനന്ദിക്കുക മാത്രമല്ല,
ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുക മാത്രമല്ല, പിന്നെയോ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികളും നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെതായ പ്ലാനും പദ്ധതിയും മനസ്സിലാക്കി ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു ഉപകരണമായി തീരുവാൻ തക്കവണ്ണം ഒരു ദൈവ പൈതലിന് കഴിയണം. ദൈവം നമുക്ക് അനുഗ്രഹങ്ങളൊക്കെയും പകർന്നു തരും. നാം അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളത് മാത്രമല്ല ദൗത്യം, മറ്റുള്ളവരും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രമായി തീരുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുവാനുള്ള ഒരു വലിയ തീഷ്ണതയും ദർശനവും കാഴ്ചപ്പാടും ദൈവജനത്തിന് ഉണ്ടാകണം. അനേകർ ദൈവസന്നിധിയിൽ കടന്നു വരും, പ്രാർത്ഥിക്കും, ഉപവസിക്കുന്നവരുണ്ട്. കൺവെൻഷൻ യോഗങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുവാൻ തക്കവണ്ണം ധാരാളം ആളുകൾ കടന്നു വരുന്നു. വിശുദ്ധ ദേവാലയങ്ങളിൽ, വിശുദ്ധ കുർബാനകളിൽ സംബന്ധിക്കുവാൻ ഞായറാഴ്ചകളിൽ ദൈവജനം ഓടി വരുന്നു. പക്ഷെ പലപ്പോഴും നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുവാനും നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കുവാനും തക്കവണ്ണമാണ് ആളുകൾ ദൈവത്തെ ആശ്രയിക്കുന്നത്. എന്നാൽ അതിലപ്പുറമായി ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ട്. ഇവിടെ മോശയെ ദൈവം വിളിക്കുന്നു, എന്നെ നിനക്ക് ആവശ്യമുണ്ട്, നീ വരിക. മിസ്രയീമിൻ്റെ അടിമത്തിൽ നിന്ന് തൻ്റെ ജനത്തെ വിടിവിപ്പാൻ തക്കവണ്ണം ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. അവിടെ മോശ അതിനെന്താണ് മറുപടി പറയുന്നത്? എന്നാൽ മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുവാനും ഞാൻ എന്തുണ്ട് എന്ന് ചോദിച്ചു. അതിനവൻ തീർച്ചയായും ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കും. ഞാൻ നിന്നെ അയച്ചിരിക്കുന്നുവെന്ന് അത് അടയാളമായിരിക്കുമെന്ന് അരുളി ചെയ്തു. ഇവിടെ മോശ ദൈവസന്നിധിയിൽ പറയുകയാണ്, ഈ വലിയ ദൗത്യം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഞാൻ ആരുള്ളൂ? എനിക്കതിനുള്ള കഴിവൊന്നുമില്ല, അതിനുള്ള പ്രാഗൽഭ്യം എനിക്കില്ല, അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതയില്ല, ഞാൻ നാക്ക് തടിച്ചവനാണ്, വിക്കനാണ് എന്നുള്ള ന്യായീകരണങ്ങളും കാരണങ്ങളും ദൈവത്തിനോട് പറയുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, ദൈവം ആരെ വിളിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് വ്യക്തമായ ബോധ്യമുണ്ട്. നമ്മുടെ ബലഹീനതകളും നമ്മുടെ കുറവുകളൊക്കെയും അറിയുന്നവനാണ് ദൈവം. അവൻ ഇതൊന്നും അറിയാതെയല്ല എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ വേലയിലേക്ക് വിളിക്കുന്നത്. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വാക്കുചാതുര്യം കൊണ്ടോ ഒന്നും ഒരിക്കലും ദൈവത്തിൻ്റെ ദൗത്യം ചെയ്യുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിവില്ല, നമുക്കത് കഴിയുകയുമില്ല. ദൈവത്തിൻ്റെ വിളി ഏറ്റെടുത്ത് ദൈവിക ദൗത്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി പ്രാപിക്കുക മാത്രമല്ല, ദൈവം നമ്മളോട് കൂടെ ഇരിക്കണം. അതുകൊണ്ടാണ് ദൈവം മോശയോട് പറയുന്നത്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാനായിരിക്കും നിന്നെ വഴി നടത്തുന്നത്. നിന്റെ ബലഹീനതകൾക്കൊക്കെയും തുണ നിന്നുകൊണ്ട് നിന്റെ അതരത്തോടുകൂടെ ഞാൻ തൻ്റെ ജനത്തിനോട് സംസാരിക്കും. ഈ വലിയൊരു ഉറപ്പാണ് നമുക്ക് ആവശ്യം. നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ഈ ഭൂമിയിൽ ചെയ്യുവാൻ കഴിയും. പക്ഷെ ഒരു വ്യക്തിയെ ദൈവത്തിനു വേണ്ടി നേടുവാൻ കഴിയണമെങ്കിൽ, അന്ധകാരത്തിലിരിക്കുന്ന ഒരുവനെ ദൈവസന്നിധിയിലേക്ക് തിരിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത്. ഈ ശക്തി എന്നിലും നിങ്ങളിലേക്കും കടന്നു വരുമ്പോഴാണ് നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഈ ശക്തി നമ്മളെ സഹായിക്കുന്നത്. പരിശുദ്ധാത്മാവ് സഹായകനാണ്. അവൻ നമ്മെ സഹായിച്ച് ദൈവത്തിൻ്റെ ദൗത്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം നമ്മളെ ബലപ്പെടുത്തുന്ന ആത്മാവാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ
ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരാഗ്രഹം ഈ രാത്രി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അവൻ്റെ ദൗത്യങ്ങൾ ഈ രാത്രി ഏറ്റെടുക്കണം. മോശയെ വിളിച്ചതുപോലെ ദൈവം എന്നെയും നിങ്ങളെയും ഈ രാത്രി വിളിക്കുന്നു. ഞാൻ ആരെ അയക്കും, ആരെനിക്ക് വേണ്ടി പോകുമെന്നുള്ള ദൈവശബ്ദത്തിന് മുമ്പിൽ അടിയനെ അയക്കണമേ എന്ന് യെശയ്യാവ് പറഞ്ഞതുപോലെ ഈ രാത്രി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എന്നെ അയക്കണമേ, അങ്ങയുടെ ദൗത്യം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അടിയനെ അയക്കണമേ എന്ന് നിലവിളിക്കുമെങ്കിൽ, ആ വലിയ ദൗത്യം ഏറ്റെടുക്കുമെങ്കിൽ അതെൻ്റെയും നിങ്ങളുടെയും തലമുറകൾക്ക് അനുഗ്രഹമായി തീരും. ആ പ്രകാരം ദൈവത്തിൻ്റെ ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം, അനേകർക്ക് യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം, അത് പ്രസംഗത്തിലൂടെയല്ല, നമ്മുടെ ജീവിതങ്ങളിലൂടെ യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടെ നടിയങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല വചനത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ തിരുവചനത്തിലൂടെ രാത്രി ഞങ്ങളോട് സംസാരിച്ചുവല്ലോ ദൈവമേ. മോശയെ വിളിച്ചതുപോലെ ദൈവമേ, ഈ രാത്രി അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളെ വിളിച്ചിരിക്കുമ്പോൾ അവിടുത്തെ വചനം കേട്ട ഓരോ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം, അനേകരെ യേശുവിലേക്ക് തിരിക്കുവാൻ തക്കവണ്ണം, അവിടുത്തെ തിരുസന്നിധിയിലെ വാഗ്ദത്തങ്ങൾ ഈ ഭൂമിയിൽ നിറവേറ്റപ്പെടുവാൻ തക്കവണ്ണം ദൈവമേ, മോശയെ വിളിച്ചതുപോലെ ഈ രാത്രി വിളി കേട്ട ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ ശക്തിയും ബലവും ജ്ഞാനവും ദൈവമേ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ രക്ഷകനും രക്ഷിതാവുമെന്ന് ഈ ലോകത്തിൽ അനേകർ അറിയുവാൻ തക്കവണ്ണം, കഷ്ടതയിലായിരിക്കുന്ന അനേകർക്ക് വെളിച്ചം പകരുവാൻ തക്കവണ്ണം ദൈവമേ, ഈ രാത്രിയിലെ വചന ശുശ്രൂഷയോടെ അനുഗ്രഹിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും അവിടുത്തെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, അവിടെ അടിയനോട് കൂടെ ഇരുന്ന് വഴി നടത്തുകയും നയിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.